നമസ്കാരം. പതിരും കതിരും. പാർട്ടി വിപ്ലവം വെടിഞ്ഞ് ശരണപാതയിലെത്തിയതോടെ വനിതാ കോമ്രേഡുകളൊക്കെ ഇപ്പോൾ കുലസ്ത്രീകളായി മാറിയിരിക്കുന്നു. അവരിൽ ചിലർ സദാചാര പ്രസംഗങ്ങൾ നടത്തുന്നു. സ്ത്രീകൾ മര്യാദയ്ക്ക് വസ്ത്രധാരണം നടത്തേണ്ടത് എങ്ങനെയെന്ന് മാർഗനിർദ്ദേശം നൽകുന്നു. വളരെ നല്ല കാര്യമാണ്. ഉദ്ഘാടനത്തിന് നടികൾ മർമ്മപ്രധാന ഭാഗങ്ങൾ മറച്ചു വരേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ക്ലാസ് എടുത്തിരിക്കുകയാണ് കായംകുളം MLA യു പ്രതിഭ. കടകളുടെ ഉദ്ഘാടനത്തിന് ഹോൾസെയിൽ അവകാശം സ്വന്തമാക്കിയ ചില നടിമാർ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കുന്നില്ല എന്നതാണ് പ്രതിഭയെ അലട്ടുന്നത്. നിയമസഭയിൽ PP ചിത്തരഞ്ജൻ പറഞ്ഞ അവയവം വല്ലാതെ പ്രദർശിപ്പിച്ചു വരുന്ന നടികളെയാണ് പ്രതിഭ ശാസിക്കുന്നത്. ഇതൊക്കെ കാണാൻ ചില മനോരോഗികൾ ഇടിച്ചു കയറുന്നുമുണ്ട്. ഇത് സജി ചെറിയാനോടാണ് പ്രതിഭ ആദ്യം പറയേണ്ടത്. ഇത്തരം നടിമാർ സ്റ്റേജിൽ കിടന്ന് തുള്ളുന്നത് സാഗൂതം നോക്കിയിരിക്കുന്ന സജി ചെറിയാനെ പലയിടത്തും കണ്ടിട്ടുണ്ട്. VIP-കൾ പിന്നിലിരിക്കുമ്പോൾ ചിത്തരഞ്ജൻ ഉറുമ്പിനെ ഇടുന്ന ഭാഗം വല്ലാതെ തുള്ളിച്ച് വേദികളെ ഇളക്കി മറിക്കുന്ന നടിമാരും നമുക്കുണ്ട്. സത്യത്തിൽ നാണമില്ലാത്തത് ഈ തുണിക്കുറവുള്ള നടികൾക്കാണോ, പിന്നിലും മുന്നിലും ഉമിനീരിറക്കിയിരിക്കുന്ന VIP-കൾക്കും കാണികൾക്കുമാണോ? സർക്കാർ എത്രയും പെട്ടെന്ന് തുണിയില്ലാത്ത നടിമാർക്ക് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്. ഇത്തരം നടിമാരെ നിരീക്ഷിക്കാൻ ജൂറികളെ ഏർപ്പാടാക്കണം. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഡംബര നികുതി പോലെ തുണിക്കുറവ് നികുതി വസൂലാക്കണം. കല്ലുമാല സമരം മുതൽ മുലക്കര സമരം വരെ നടത്തിയ നാടാണ് നമ്മുടേത്. പണ്ടൊക്കെ നടിമാരെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പോകുമ്പോൾ ചോദിക്കാറുള്ളത് ഒറ്റയ്ക്കാണോ വരുന്നത്, ഭക്ഷണം കഴിച്ചിട്ടാണോ വരുന്നത് എന്നൊക്കെയായിരുന്നു. ഇന്ന് ഇത്തരം സെലിബ്രിറ്റികളെ ക്ഷണിക്കാൻ പോകുന്ന കടമുതലാളിമാർ ആവശ്യപ്പെടുന്നത് തുണി എത്രമാത്രം കുറയ്ക്കാൻ കഴിയുമോ എന്നാണ്. തുണി ഉടുത്താണോ വരുന്നത്, ഉടുക്കാതെയാണോ വരുന്നത് എന്നൊക്കെയാണ് അവരന്വേഷിക്കുന്നത്. ഇവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ മീറ്റർ കുറയുന്നതിനനുസരിച്ചാണ് റേറ്റ് ഫിക്സ് ചെയ്യുക. ഇതേ നടിയെ ക്ഷണിക്കാൻ അമ്പല കമ്മിറ്റിക്കാരാണ് പോകുന്നതെങ്കിൽ നന്നായി തുണി ഉടുത്ത് വരണേ കുഞ്ഞേ എന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രത്യേകം കത്തെഴുതി കൊടുത്ത് അപേക്ഷിക്കേണ്ടി വരും. സിനിമാക്കാരോട് മനുഷ്യർക്ക് വലിയ ഭ്രാന്താണെന്നാണ് പ്രതിഭ പറയുന്നത്. അത് പിന്നെ പിണറായി വിജയനോട് നിങ്ങൾ കമ്മികൾക്കും ഭ്രാന്തല്ലേ സഖാവേ? അതുപോലെയാണെന്ന് ഇതെല്ലാം. പിണറായിയുടെ നവോത്ഥാനം കൊടിയേറിയ കാലത്ത് ഈ പ്രതിഭ ബലൂണും പറത്തി പാട്ടും പാടി നടക്കുകയായിരുന്നു. ചുംബന സമരം നടന്നപ്പോൾ അവർക്കായിരുന്നു കട്ട സപ്പോർട്ട്. ആർത്തവ ഫെസ്റ്റ് നടന്നപ്പോൾ ആഹ്ലാദമായിരുന്നു. അതിനെതിരെ പ്രതിഷേധിച്ചവരൊക്കെ കോലോത്തമ്മമാരും കുലസ്ത്രീകളുമായി പരിഹസിക്കപ്പെട്ടു. പിണറായി വിജയൻ അയ്യപ്പനിൽ അഭയം തേടി കെട്ടുമുറിക്കിയതോടെ സഖാക്കളെല്ലാം സദാചാരവാദികളായി മാറിയല്ലോ തമ്പുരാനെ. ഇവരുടെയൊക്കെ ഈ ഓന്തിൻ്റെ സ്വഭാവമാണ് നമുക്കങ്ങോട്ട് പിടിക്കാത്തത്. അല്ലായിരുന്നെങ്കിൽ പ്രതിഭ പറഞ്ഞത് 100% ശരിയാണെന്ന് സമ്മതിക്കാമായിരുന്നു. ഒരു കുഴപ്പമുള്ളത്, തുണി തീരെ അലർജിയായ ഒരു കുട്ടി വന്ന് ഒരു യുവ നേതാവിനെതിരെ തെമ്മാടിത്തരങ്ങൾ പറഞ്ഞു പോയ ശേഷം ആ കുട്ടിയെ ഒക്കത്തടത്ത് ലാളിക്കുകയായിരുന്നല്ലോ സഖാത്തികൾ. ആളെ കൂട്ടാൻ ആ കുട്ടി മസ്റ്റായത് തുണിക്കുറവിൻ്റെ പേരിൽ കൂടിയായിരുന്നു. പണ്ട് മുഖ്യമന്ത്രി ഒരു കുട്ടിയെ ദത്തെടുത്തിട്ട് പറഞ്ഞത് ഇവൾ സർക്കാരിൻ്റെ മകളാണെന്നായിരുന്നു. ഇപ്പോഴാ കുട്ടിയുടെ വേഷം ഒന്ന് കാണണം. സർക്കാരിൻ്റെ മകൾ നാട്ടുകാരെ മുഴുവൻ ഇപ്പോൾ നാണം കെടുത്തുകയാണ്. തുണി തീരെ കുറവാണ്. ശരീരം മുഴുവൻ കറുത്ത തുണി കൊണ്ട് മൂടി ദേഹം മറച്ചു നടന്ന ഒരു സ്ത്രീയെ CPM നേതാക്കൾ പിന്നാലെ ചെന്ന് ശല്യം ചെയ്ത കഥയും നമുക്കറിയാം. അപ്പോൾ തുണി അല്ല പ്രതിഭയെ പലരുടെയും പ്രശ്നം. മര്യാദയുള്ള ഏത് പുരുഷൻ്റെ മുമ്പിലും ആര് തുണി കുറച്ച് ചെന്നാലും ഒന്നും സംഭവിക്കില്ല. മറിച്ച് മര്യാദ കെട്ട ആഭാസൻ്റെ മുമ്പിൽ ആപാത ചൂടം ദേഹം മറച്ചു ചെന്നിട്ടും യാതൊരു കാര്യവുമില്ല. ഉദ്ഘാടനങ്ങൾക്ക് നാടകക്കാരെ ആരും വിളിക്കുന്നില്ല എന്നാണ് പ്രതിഭയുടെ സങ്കടം. നാടകം കാണാൻ ആളില്ല, പിന്നല്ലേ നാടകക്കാരെ കാണാൻ ആള് കൂടുന്നത് എന്നാണ് ചെറിയാച്ചൻ പറയുന്നത്. പ്രതിഭയ്ക്ക് നാളെ MLA പണി ഇല്ലാതെയായാലും മരണം വരെ പെൻഷൻ കിട്ടും, സുഖമായി ജീവിച്ചു പോകാം. സിനിമയില്ലാത്ത സിനിമാ നടിമാർക്ക് ജീവിക്കാൻ പ്രതിഭ ആശ്വാസധനം വല്ലതും നൽകുമോ? ദേഹത്ത് പൗഡറും മുഖത്ത് ക്രീമും പിടിക്കുന്ന കാലത്തോളമേ മനുഷ്യന് ശരീരം പുറത്തു കാണിച്ച് അഭിമാനത്തോടെ നടക്കാൻ പറ്റൂ. സർക്കാർ ആദരിച്ച മോഹൻലാലിനെയും പ്രതിഭ വിമർശിക്കുകയാണ്. വാർക്കക്കമ്പിക്ക് മുതൽ അച്ചാറിൻ്റെ വരെ പരസ്യത്തിൽ അഭിനയിച്ചാലേ പാവൻ ലാലേട്ടന് ജീവിക്കാൻ പറ്റൂ, പിന്നല്ലേ പാവം നടിമാരുടെ അവസ്ഥ. മോഹൻലാൽ ബിഗ് ബോസിൻ്റെ അവതാരകനായതാണ് പ്രതിഭ കാണുന്ന മറ്റൊരു കുറ്റം. പിണറായിക്ക് കിടക്കുന്ന കാലത്തും ഭരിക്കണമെന്നല്ലേ മോഹം. അതുപോലെയാണ് പ്രതിഭ മോഹൻലാലും. വേഷം കെട്ടിയാടുമ്പോൾ അരങ്ങത്തു മരിച്ചു വീഴണമെന്നാണ് കഥകളി നടന്മാരുടെ മോഹം. ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മോഹം ഇതൊക്കെ തന്നെയാണ്. ഓരോരുത്തരും അവരുടേതായ പണി ആവുന്നത്ര കാലം തുടരുക തന്നെ ചെയ്യണം. കഞ്ചാവ് കേസിൽപ്പെട്ട മകനെ ഊരിയെടുക്കാൻ പ്രതിഭ ഏതറ്റം വരെ പോയി എന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലെയാണ് ഓരോ മനുഷ്യരും. ജീവിക്കാൻ ഏതറ്റം വരെയും അവർ പോകും.
കാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കൊതുകിൻ്റെ കടി കൂടിയാണെന്ന് വിജയൻ മാഷാണ് പറഞ്ഞത്. ഈ ലോകത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ തുണിക്കുറവ് കൂടിയാണ്. ഇത്തരം നടികളുള്ള ഭാഗത്തേക്ക് ദയവായി പ്രതിഭ പോകരുത്. എന്നാൽ സജി ചെറിയാൻ പോകും.